ബിഗ് ബോസ് മലയാളം സീസൺ 7. സോ ഇന്ന് രാവിലെ നടന്ന വിഷയങ്ങളെല്ലാം തന്നെ എപ്പിസോഡിൽ കണ്ടിരുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള ആംഗിളിലുള്ള ഷോട്ടുകളൊന്നും തന്നെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായ വിവാദങ്ങൾ ബിഗ് ബോസിന് വലിയ തലവേദനയൊക്കെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടായിരിക്കാം അത്രയും ക്ലോസ് ആംഗിളിലുള്ള ഷോട്ട്സ് ഉൾപ്പെടുത്താത്തതെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് ആ ലൈവിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എപ്പിസോഡിലും കാണുന്നത്. പക്ഷേ ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഇവരുടെയൊക്കെ തനി സ്വരൂപം വളരെ വ്യക്തമായിരുന്നു. അതായത് ഷാനവാസ് അങ്ങനെ വീഴുന്ന സമയത്ത് ആര്യൻ പറയുന്നുണ്ട് ഇത് ഡ്രാമയാണെന്ന്. നെവിൻ ഭയങ്കരമായിട്ട് ഡ്രാമ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ പാലിന്റെ കവറെടുത്തെറിഞ്ഞു എന്നും പറഞ്ഞ് ഇമാതിരി ഡ്രാമയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ അസോൾട്ടിന് വേണ്ടിയിട്ടുള്ള കളിയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. അതുപോലെ അക്ബർ. എന്നിട്ട് പെട്ടെന്ന് അല്പം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര നന്മ മരങ്ങളായിട്ട് അഭിനയിക്കുന്നതും കാണാൻ പറ്റും എപ്പിസോഡിനകത്ത്. സോ ഇവരുടെയൊക്കെ റിയൽ ഫേസ് റിവീലായി എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ വ്യക്തമാണ്. പക്ഷേ എന്താണ് ഷാനവാസിന് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളൊന്നും തന്നെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നില്ല. ലൈവിൽ കണ്ട കാര്യങ്ങൾ മാത്രമാണ് കണ്ടത്. പാല് പൊട്ടിച്ച് നെവിൻ ഷാനവാസിന്റെ പുറത്തൂടെ ഒഴിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ കയ്യിലുണ്ടായിരുന്ന കവറും എടുത്ത് അങ്ങോട്ടേക്ക് എറിയുന്നുണ്ട്. ആ സമയത്ത് കൈ തട്ടിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. ലൈവില് ഷാനവാസ് ഇങ്ങനെ വീണിട്ട് അവിടെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ട് നെഞ്ചിൽ ഇങ്ങനെ ഇടി കിട്ടി എന്നുള്ള രീതിയിൽ എങ്ങാണ്ടൊരു ഡയലോഗ് പറയുന്നത് കേൾക്കാമായിരുന്നു. സോ ഇടി കിട്ടിയോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും അറിഞ്ഞുകൊണ്ട് നെവിൻ ഇടിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എടുത്തിങ്ങനെ ഇത് എറിഞ്ഞപ്പോൾ എല്ലാം കൈകയറി തട്ടിയതായിരിക്കാം. ഇനി അതല്ലെങ്കിൽ തന്നെ ഒരു മനുഷ്യന് പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടാവാൻ അയാൾ നേരത്തെ ഒരു ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു അസുഖം ഉണ്ടായിരുന്ന ഒരാളാകണമെന്ന് പോലുമില്ല. ഒരു ഹൃദയ സംബന്ധമായിട്ട് ഒരു അസുഖം വന്നതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പോലും ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആരോഗ്യ പ്രശ്നത്തിൻ്റെ ന്യായങ്ങളൊന്നും ഇവിടെ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഒരു മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ നെഞ്ചുവേദന വരാം, കുഴഞ്ഞു വീഴാം, BP കൂടാം. ഇതൊക്കെ എപ്പോഴും സംഭവിക്കാം. അത് മുമ്പ് എപ്പോഴെങ്കിലും വന്നതുകൊണ്ടേ വരാവുന്നൊന്നുമില്ല. ആദ്യമായിട്ടും സംഭവിക്കാം ഇതൊക്കെ. അങ്ങനെയാണല്ലോ പല അസുഖങ്ങളും ഒരു മനുഷ്യന് ഉണ്ടാവുന്നത്. അപ്പം അതുകൊണ്ട് ഷാനവാസിന്റെ കേസിൽ അദ്ദേഹത്തിന് പലരും പറയുന്നത് കണ്ടിരുന്നു. അതായത് അദ്ദേഹം ഒരു രോഗിയാണെങ്കിൽ പിന്നെ എന്തിനു വന്നു എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ബിഗ് ബോസിലേക്ക് പോകുന്ന ആർക്കും എപ്പോഴും ഇതൊക്കെ സംഭവിക്കാം. നേരത്തെ രോഗിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബിഗ് ബോസിൽ പോകുന്നതല്ല, എല്ലാ മനുഷ്യന്മാർക്കും ഇത്തരം പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. മനുഷ്യനാണോ ഇതുപോലുള്ള എല്ലാ സാഹചര്യങ്ങളും എപ്പോഴും സംഭവിക്കാം. അപ്പോൾ അവിടെ പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നു, മനുഷ്യത്വം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് നടന്ന സംഭവത്തിൽ നെവിൻ്റെ കൈ കൊണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷെ ആ സംഭവങ്ങൾക്ക് കാരണം, അനിഷ്ട സംഭവങ്ങൾക്ക് കാരണം നെവിൻ്റെ ചില പ്രവൃത്തികളാണെന്നുള്ളത് എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. കൂടാതെ ഷാനവാസിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയപ്പോൾ അവിടെയുള്ള അക്ബറും നെവിനും ആര്യനുമൊക്കെ ഹൗസ് ക്യാപ്റ്റൻസ് കൂടിയാണ്. അവരതൊരു ഡ്രാമയായിട്ട് അതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതും എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.